രാഹുലെ, ഈ സോളാർ ഗൂഢാലോചന കേസ് ഗണേഷ് കുമാറിനെതിരെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന്. എന്താണ് അതിനെക്കുറിച്ച്? അല്ല, അണ്ണനിപ്പോ നല്ല കാലമല്ല എന്നാണ് തോന്നുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ സമയത്തും അദ്ദേഹത്തിന്റെ ഒരു മീഡിയ ഇൻഫ്ലുവൻസ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാധ്യമങ്ങൾ മാക്സിമം വാർത്ത കൊടുക്കാതിരിക്കാൻ നോക്കി. അവസാനം എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് അടിച്ചു. ഏഷ്യാനെറ്റ് ബിന്ദുവിന്റെ ബൈറ്റ് എടുക്കുന്ന ഒരു സാഹചര്യം, ബൈറ്റല്ല ഫോണിലൂടെ ടെലി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് മാക്സിമം അത് 24 മണിക്കൂർ 48 മണിക്കൂർ കൊണ്ട് അത് ഒതുക്കി തീർക്കാൻ ഗണേഷ് കുമാറിന് സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് പറയുന്ന വാർത്തകളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. കാരണം മന്ത്രിസ്ഥാനം പോകുമല്ലോ, ഭാര്യ ഇടഞ്ഞു നിന്ന് കഴിഞ്ഞാൽ വിഷയം. അതുകൊണ്ട് ഭാര്യയുടെ കാലിൽ ചെന്ന് കിടന്ന് മാപ്പ് പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് അവരുടെ വിഷയമാണ്. പക്ഷെ ഇപ്പോ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത്, നമുക്കറിയാം സോളാർ പീഡന പരാതി എന്ന് പറയുന്നത്, സോളാർ പീഡന കേസ് നമുക്കറിയാവുന്ന ഒരു വിഷയമാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ കഴിഞ്ഞൊരു വലിയൊരു കേസായിരുന്നു. അതിന്റെ ഗൂഢാലോചന തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് സോളാർ ഗൂഢാലോചന കേസ് നടക്കുന്നുണ്ട്. അതിനകത്ത് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് 18 കേസുള്ള ഫയൽ 24 പേജുള്ള ഫയലായി മാറുന്നത് എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് പോയി ഇത് മാറ്റിവെക്കുന്നത് എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഗണേഷ് കുമാർ കോടതിക്ക് മുന്നിലേക്ക് ഒരു ഹർജി സമർപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിലാണ് സമർപ്പിക്കുന്നത്. ഇത് ഒന്ന് മാറ്റിവെക്കണം, അത് ഇലക്ഷൻ വരാൻ പോവുകയാണ്, എതിർ പാർട്ടിക്കാർ ഇത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ സോളാർ പീഡന പരാതി അതൊന്ന് മാറ്റിവെക്കണം, ഇലക്ഷൻ വരെയെങ്കിലും മാറ്റിവെക്കണം, ഇത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കും, മറ്റവന്മാരെല്ലാം കൂടെ എന്റെ കുത്തിന് പിടിക്കും, അതുകൊണ്ട് കോടതി കാല് പിടിക്കാൻ കോടതി ഇതൊന്ന് മാറ്റിവെക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹർജി കൊടുത്തത്. പേടിയുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം എന്താണ് സോളാർ പീഡന പരാതി എന്നും അതിന്റെ തിരക്കഥാകൃത്ത് ആരാണെന്നും എല്ലാം നമ്മള് പിന്നീട് മനസ്സിലാക്കി. വളരെ ഭംഗിയായി എഴുതിയ തിരക്കഥ. അതെ, അതിന്റെ ഗൂഢാലോചന ആരാണ്, തിരക്കഥ ആരായിരുന്നു, നടി ആരായിരുന്നു, നടൻ ആരായിരുന്നു, തിരക്കഥയും ഇംപ്ലിമെന്റും അദ്ദേഹം തന്നെയാണ്. അതെ, എല്ലാം അദ്ദേഹമായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് LDF പോകുമ്പോൾ അദ്ദേഹം അവിടുത്തെ രാജാവായി മാറുന്നു. അദ്ദേഹത്തിന്റെ ദാസന്മാർ LDF നിന്നും വരുന്നു. എല്ലാം സ്വാഭാവികമായിട്ടും സംഭവിച്ചു. അങ്ങനെയുള്ള ആളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. അല്ല, ഗണേഷ് കുമാറിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഓരോ ആളുകളെ ഇളക്കിളക്കി തന്റെ കൂടെ കൊണ്ടുവരിക, LDF ആണെങ്കിൽ LDF നിന്ന് ഓരോ ആളുകളെ ഇളക്കിളക്കി കൊണ്ടുവരിക. സാമ്പത്തികം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പണം കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതെ, ആവശ്യം പോലെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നതിനും തെറ്റൊന്നുമില്ല. അതല്ല ഇപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് സോളാർ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്ത ഹർജി കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം കോടതിയുടെ കാര്യത്തിൽ വരുന്ന കാര്യമൊന്നുമല്ല ഇലക്ഷൻ എന്ന് പറയുന്നതും എതിർ പാർട്ടികൾ ഇത് വെച്ച് അടിക്കും എന്ന് പറയുന്നത് കോടതിക്ക് നോക്കേണ്ട കാര്യമില്ല, കോടതിയുടെ പരിധി നിൽക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് കേസ് തുടർ വഴിക്ക് തന്നെ നടക്കും. അപ്പൊ എന്താണെങ്കിലും ഇതിന്റെ ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ വിധി വരാൻ പോകുന്നത്. ഇലക്ഷന്റെ തലേ ദിവസം കാണും വിധി വന്നു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ പെട്ടുപോകും എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെ, പ്രചരണം നടക്കുന്ന സമയത്താണ് ഇത് പൊട്ടുന്നു എന്നുണ്ടെങ്കിൽ അതെ, നമുക്ക് പറയാൻ കഴിയില്ല. കോടതി എപ്പോഴാണ് ഇതിന്റെ വിധി പറയുന്നത് നമുക്കറിയാൻ കഴിയില്ല. അപ്പൊ എന്താണെങ്കിലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഢാലോചനയുമായി നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നല്ല നിങ്ങളുടെ നാടും ഒക്കെ അവിടെയാണ്. അപ്പൊ ഇത്തരത്തിൽ പത്തനാപുരത്തെ ഈ ഒരു വിധി ഇങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ചാമക്കാലയ്ക്ക് സാധ്യത ഉണ്ടാകുമോ? ജ്യോതികുമാർ ചാമക്കാല അവിടെ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ജ്യോതികുമാർ ചാമക്കാല ഇതുവരെ പത്തനാപുരത്ത് വന്ന് മത്സരിച്ച് തോറ്റുപോയ നേതാക്കന്മാരെ പോലെ ഒന്നുമല്ല. അദ്ദേഹം അവിടെ നിന്ന് പണിയെടുത്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം ആളുകളെ കൂട്ടുന്നതിലാണെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടാണെങ്കിലും നല്ലൊരു നേതാവ് തന്നെയാണ്. എനിക്കൊന്ന് ഏകദേശം അവിടുത്തെ ഇലക്ഷൻ തോറ്റതിനു ശേഷം ഒരു ദിവസം പോലും മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അവിടെ തന്നെ ഒരു വീടെടുത്ത് എനിക്കൊന്ന് ഇപ്പൊ 2-3 വീടുകൾ മാറി അദ്ദേഹം പത്തനാപുരത്ത് തന്നെയുണ്ട്. അവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യരുടെ കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും അവരുടെ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു പിറന്നാളാണെങ്കിലും നേതാവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശരിക്കും പത്തനാപുരത്തെ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാറിനേക്കാൾ അദ്ദേഹം ഉണ്ടെന്നാണ് എന്റെ പോലെ. ഗണേഷ് കുമാറിന്റെ ഇടയ്ക്ക് വെച്ചു ഭയങ്കര ഗണേഷ് കുമാറെ ഹെഡ് വെയിറ്റ് അല്ല, അദ്ദേഹത്തിന് പെട്ടെന്ന് കേന്ദ്ര വരുന്ന ഒരു സ്വഭാവം ഗണേഷ് കുമാറിന്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തുള്ള വിഷയത്തിലാണെങ്കിൽ പോലും മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം പറയുന്നത് നിങ്ങളെയൊക്കെ ഞാൻ എന്റെ സുഹൃത്തുക്കളെ പോലെയാണ്, നിങ്ങൾ എന്നോട് ഇത് ചെയ്യുന്നത് ഞാൻ കരുതില്ല, കുറച്ച് സ്വാതന്ത്ര്യം തന്നു, എന്നെ മിസ്യൂസ് ചെയ്തു. അതെ, നിങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യമാണ് നിങ്ങൾ മിസ്യൂസ് ചെയ്തത്.
ഒരു അഭിമുഖം തന്നു, ഇനിയിപ്പോ എന്റെ അടുത്ത് വരണ്ട. അതെ, ഞാൻ ഇടയ്ക്ക് വെച്ച് മറ്റൊരു ചാനലിൽ ചർച്ച എടുക്കുന്ന ഒരു സാഹചര്യത്തില് ഈ ടൈം മെഷീൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിബേറ്റ് എടുക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞാണ്, ഇപ്പം കൊടുക്കുവാണെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഒരാൾ ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തിന് കൊടുത്തിരുന്നെങ്കിൽ സോളാർ വീടിന്റെ പരാതി, ഭാര്യ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടൊരു വിഷയം, അദ്ദേഹത്തിന് ടൈം മെഷീൻ കിട്ടിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പോകാമായിരുന്നു. ഇത്രയ്ക്ക് നാണക്കേട് വരില്ലായിരുന്നു. രാഹുലെ, ഇതിനകത്തെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊരു കളങ്കവും കൂടിയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു തിലകക്കുറിയാണ് ഈ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു വിഷയമേ അല്ല. ഇതിനകത്ത് ആ സ്ത്രീക്ക് പരാതി ഉണ്ടാകുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? 112 വിളിക്കുന്ന ആളുകളെല്ലാം മന്ദബുദ്ധികളാണ്, അല്ല വട്ടമുള്ളവരാണ് വിളിക്കുന്നത്. എന്റെ ഭാര്യയ്ക്ക് ഭ്രാന്താണ് എന്ന് ഡയറക്ടർ പറയുന്നത് പോലെയാണ്. ഇന്ന് രാഹുൽ 5000 പ്രണയങ്ങളുണ്ട്. അതെ, അല്ല രാഹുൽ വേറെ കാര്യം ശ്രദ്ധിച്ചാൽ ഇന്ന് മാതൃഭൂമിയിൽ ഒരു കാർട്ടൂൺ ഉണ്ട്. അതായത് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയുടെ അവസാനം ആർക്കാണ് വട്ട് എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്, അറിയാമല്ലോ. അതിൽ IG ശ്രീലേഖയ്ക്കാണോ അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദുവിനാണോ എന്ന് ചോദിക്കുന്നതായിട്ട് ഒരു സീൻ. ഇന്ന് തൊട്ടുള്ള ക്യാപ്സ്യൂൾ നോക്കൂ, CPM ക്യാപ്സ്യൂൾ നോക്കൂ, ശ്രീലേഖയ്ക്കെതിരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീലേഖയാണ് ഇതിന്റെ എല്ലാം തിരക്കഥ. ശ്രീലേഖ ഉണ്ടാക്കിയ തിരക്കഥയുടെ രീതിയിലാണ് ഇപ്പോ കേസ് പൊക്കോണ്ടിരിക്കുന്നത്. അവസാനം ശ്രീലേഖയുടെ മണ്ടയ്ക്ക് കൊണ്ടെത്തിച്ച് ഞാൻ ഈ സമയത്ത് ഈ സാഹചര്യം ഉണ്ടായ സമയത്ത് ഞാൻ ശ്രീലേഖ മാമിനെ വിളിച്ചു ചോദിച്ചു, മാം ഞാൻ മാധ്യമങ്ങൾ കണ്ടിരുന്നു, മാമിനോട് ബിന്ദു ആദ്യമേ വിളിക്കുന്ന മാമിനെയാണ്, ഇതിനെപ്പറ്റി ഒരു ടെലി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, എനിക്ക് തരാൻ കഴിയില്ല, ഇത് എന്റെ വിഷയമല്ല, ഇത് ബിന്ദുവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബിന്ദുവാണ് പറയേണ്ടത്, അത് ഞാനല്ല പറയേണ്ടത്, അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇത് എങ്ങനെയോ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞു, അതിന്റെ പേരിലാണ് എന്നോട് ചോദിക്കുന്നത്, ഇത് ഞാനല്ല പറയേണ്ടതെന്ന്. അതെ രാഹുൽ, അത് പറയുമ്പോഴേ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിരുന്നു, അതുകൂടെ നമ്മൾ ഈ അവസരത്തിൽ പറയാം. അതെ, എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മകൾ എത്ര ദിവസം മൂടി വെച്ചു വെളി പറയാതെ? ഒന്ന് ആലോചിച്ചു, എത്ര ദിവസം മുമ്പ് നടക്കുന്നതാണ്. ഇതിനകത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് 112 വിളിച്ചിട്ട് പോലീസിനെ വിളിച്ചിട്ട് പോലീസ് ഒന്നും ചെയ്തില്ല. അപ്പൊ KSU നേതാവ് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് എന്താണ് എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കണം. ആക്ഷേപിക്കാൻ വേണ്ടി കൊടുത്ത കേസല്ല. 112 വിളിച്ചിട്ട് എന്തുകൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല, അല്ലെങ്കിൽ പോലീസ് അവിടെ ചെന്നിട്ട് കൃത്യമായിട്ടുള്ള നടപടി എടുത്തില്ല? മന്ത്രി കണ്ണൂട്ടി കാണിച്ചപ്പോഴത്തേക്കും പേടിച്ചു പോയില്ലേ? പോലീസ് ഒന്നും മന്ത്രിയുടെ മുമ്പിൽ ആരുമല്ലെന്നേ. മന്ത്രി ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു കഴിഞ്ഞാൽ മന്ത്രിയുടെ ഭാര്യ ഓക്കെ, അതൊക്കെ വേറെ. അത് അങ്ങനെയാണല്ലോ, നമുക്കൊരു നീതി, മന്ത്രിക്ക് വേറൊരു നീതി. ഇതില് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സ്റ്റാൻഡ് എടുക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് സ്ത്രീപക്ഷ നിലപാടുകളാണെങ്കിലും അദ്ദേഹം പറയുന്ന ലവ് ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കപ്പ് പിടിച്ചുള്ള ചായ കൂടി പറഞ്ഞ പോലെ ഒരു വേള ഞാനും ചിന്തിച്ചോ അദ്ദേഹം എന്തെങ്കിലും ഒരു നല്ല തീരുമാനം എടുക്കുന്നു. പക്ഷെ അവിടെയും എങ്ങനെ തീരുമാനം എടുക്കും? തീരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പം ഗണേഷ് കുമാറിനെ പാർട്ടിയിൽ നിന്നൊന്നും പുറത്താക്കണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന് MLA സ്ഥാനം ഒന്ന് രാജിവെപ്പിക്കണ്ട, മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മതിയായിരുന്നു. ഇത് ഒരു കളങ്കമായിട്ടുള്ള 15 ദിവസമുള്ളല്ലോ, കളങ്കമായിട്ടുള്ള ഒരു മന്ത്രിസഭയായിട്ട് തന്നെ ആയിരിക്കും ഇത് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഈ മന്ത്രിസഭയെ മുഴുവൻ ആക്ഷേപിക്കും. തീർച്ചയായിട്ടും ഈ മന്ത്രിസഭയെ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒറ്റ പേരിൽ ഈ മന്ത്രിസഭയിലുള്ള മുഴുവൻ പേരെയും ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോകും. മുഖ്യമന്ത്രിയുടെ ഇത്രയും നാളത്തെ സ്ത്രീപക്ഷ നിലപാടിനെ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. എന്ത് തന്നെയാണെങ്കിലും വലിയ രീതിയിലുള്ള സ്ത്രീപക്ഷ നിലപാട് പറഞ്ഞ മുഖ്യമന്ത്രി മന്ത്രിയുടെ ഭാര്യയുടെ കാര്യത്തിൽ മന്ത്രിയുടെ ഭാര്യ മുഖ്യമന്ത്രിയുടെ മകളെ വരെ വിളിച്ചതാണ്. തീർച്ചയായിട്ടും സ്വന്തം മകൾ എന്താണെങ്കിലും പറഞ്ഞു കാണുമല്ലോ, മുഖ്യമന്ത്രി അറിയാതെ ഒന്നും ഇരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രി കൃത്യമായിട്ട് നടപടി എടുത്തിരുന്നെങ്കിൽ, ഒരു വാക്കുകൊണ്ടെങ്കിലും അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ആ പരാമർശം പിൻവലിക്കണമെന്നെങ്കിലും പറഞ്ഞതെങ്കിൽ മാറിയനെ. ഇത് എനിക്ക് 5000 പ്രണയമുണ്ട്. പിന്നെയും അദ്ദേഹം ആക്ഷേപിക്കുകയാണ്, ഇത് നോർമലാക്കിയാണ്. അദ്ദേഹം ഒരു ഭാര്യയുള്ള ഒരാളാണ്, മറ്റൊരു സ്ത്രീയുമായിട്ട് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഭാര്യ കാണുന്നു, അതൊരു ഫോട്ടോ എടുത്ത് വെക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതൊക്കെ നോർമലാണ്. അദ്ദേഹത്തിനെ പിന്താങ്ങുന്ന ആളുകൾ പറയുന്നത് എന്താണ്? ഇതെല്ലാം നോർമലാണ്. അല്ല, ഇത് രാഹുൽ പറഞ്ഞ പോലെ അദ്ദേഹം ഏത് കാര്യവും ഇതേപോലെ പറഞ്ഞങ്ങ് ജയിപ്പിക്കാൻ മിടുക്കനാണ്. അതെ, എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന വേളയിൽ അപ്പോ സോളാർ പീഡന പരാതി നമുക്കറിയാം, മരിച്ചുപോയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ എത്രത്തോളം വേട്ടയാടിയ ഒരു കേസാണ് സോളാർ പീഡന പരാതി എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സോളാർ ഗൂഢാലോചന കേസിൽ ഗണേഷ് കുമാറിന്റെ ഒരു പേര് വരികയാണെങ്കിൽ, അത് ഇലക്ഷന് മുമ്പോട്ട് വരികയാണെങ്കിൽ, ഇടുത്തി പോലെ സോളാർ പീഡന പരാതി അവിടെ തന്നെ മുകളിൽ, അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പോയത് അതേപോലെ തിരിച്ച് തലമണ്ടയ്ക്ക് വന്ന് നിൽപ്പുണ്ട്. ചിലപ്പോൾ ഇലക്ഷന് തലേ ദിവസമായിരിക്കും അത് വെച്ച് തലയ്ക്ക് ഒരു കൊട്ട് കിട്ടുന്നത്. എന്നാണെങ്കിലും കാലം നല്ലതല്ലാണ്. അതെ.